ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന. 45-ാം ദിവസം പുരോഹിത അഭിഷേക ക്രമങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം 121 തുടങ്ങി 176 വരെയുള്ള വാക്യങ്ങൾ. ഈ ദിവസം നാം വായിക്കുന്നത് പുരോഹിതരുടെ അഭിഷേക കർമ്മങ്ങളെയും അനുദിന ബലികളെയും സംബന്ധിച്ചുള്ള വിശദമായ മാർഗരേഖകളും സൂക്ഷ്മമായ നിർദ്ദേശങ്ങളും കർത്താവ് മോശയ്ക്ക് നൽകുന്ന ഭാഗങ്ങളാണ്. പുരോഹിതർ മലിനരാകാതെ നിലനിൽക്കാനുള്ള നിർദ്ദേശങ്ങളും അഹ്റോൻ്റെ തലമുറകൾ പാലിക്കേണ്ട ശുദ്ധിയെപ്പറ്റിയും ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായം, അഭിഷേകക്രമം സംബന്ധിച്ച്. എനിക്ക് പുരോഹിതവൃത്തി ചെയ്യേണ്ടതിന് അവരെ ശുദ്ധീകരിക്കാൻ അവരോട് നീ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു മൂരിക്കിടാവിനെയും തികവുറ്റ 2 മുട്ടാടിനെയും എടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വട, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അട എന്നിവ ഗോതമ്പിൻ്റെ നേരിയ മാവ് കൊണ്ട് നീ ഉണ്ടാക്കണം. നീ അവ ഒരു കുട്ടയിൽ വെച്ച് കുട്ടസഹിതം അവ സമർപ്പിക്കണം. ഒപ്പം മൂരിയെയും 2 മുട്ടാടുകളെയും. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിങ്കൽ കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്യണം. അങ്കി, പ്രധാനയങ്കിയുടെ നീലയങ്കി, പ്രധാനയങ്കി, ഉരസ്ത്രാണം എന്നീ വസ്ത്രങ്ങളെടുത്ത് അഹ്റോനെ നീ അണിയിക്കണം. പ്രധാനയങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് നീ അവനെ അരമുറുക്കണം. അവൻ്റെ ശിരസിന്മേൽ നീ ശിരോവസ്ത്രം വയ്ക്കണം. ശിരോവസ്ത്രത്തിന്മേൽ വിശുദ്ധ കിരീടം അണിയിക്കണം. അഭിഷേക തൈലമെടുത്ത് അവൻ്റെ ശിരസിലൊഴിച്ച് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അവരെ അങ്കികൾ ധരിപ്പിക്കണം. അവർക്ക് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും നീ അരപ്പട്ട കെട്ടണം. നീ അവർക്ക് തലപ്പാവ് ചുറ്റണം. ശാശ്വത ചട്ടം വഴി പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും പ്രതിഷ്ഠിക്കണം. മൂരിയെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ നീ കൊണ്ടുവരണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ ഊന്നണം. കർത്താവിൻ്റെ മുമ്പിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മൂരിയെ അർക്കണം. നിന്റെ വിരൽ കൊണ്ട് മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. രക്തം മുഴുവൻ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിയുന്ന മേധസ് മുഴുവനും കരളിന്മേലുള്ള കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് നീ ബലിപീഠത്തിന്മേൽ ധൂമിക്കണം. എന്നാൽ മൂരിയുടെ മാംസവും അതിൻ്റെ തോലും ചാണകവും അഗ്നിയിൽ പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കണം. ഇത് പാപയാഗമാണ്. നീ ഒരു മുട്ടാടിനെ എടുക്കണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും തങ്ങളുടെ കരങ്ങൾ മുട്ടാടിൻ്റെ തലയിൽ വയ്ക്കണം. നീ മുട്ടാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. മുട്ടാടിനെ കഷ്ണങ്ങളായി മുറിച്ച് അതിൻ്റെ ആന്തരഭാഗങ്ങളും കാൽവണ്ണകളും കഴുകി കഷ്ണങ്ങളുടെ മേലും തലയുടെ മേലും വയ്ക്കണം. മുട്ടാടിനെ മുഴുവൻ നീ ബലിപീഠത്തിന്മേൽ ധൂമമാക്കണം. ഇത് കർത്താവിന് യാഗമാണ്. കർത്താവിന് സുരഭില പരിമളമായ അഗ്നിയാഗമാണിത്. 2ാമത്തെ മുട്ടാടിനെ നീ എടുക്കണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും അവരുടെ കൈകൾ മുട്ടാടിൻ്റെ തലയിൽ വയ്ക്കണം. നീ മുട്ടാടിനെ അറുത്ത് അതിൻ്റെ രക്തത്തിൽ നിന്നെടുത്ത് അഹ്റോൻ്റെ കീഴ്ക്കാതിലും അവൻ്റെ പുത്രന്മാരുടെ വലത്ത് കീഴ്ക്കാതിലും അവരുടെ വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം.
ബലിപീഠത്തിന്മേലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും എടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രങ്ങളിന്മേലും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരുടെ മേലും അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളിന്മേലും തളിക്കണം. അവനും അവൻ്റെ വസ്ത്രങ്ങളും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരും അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അങ്ങനെ വിശുദ്ധമാകും. മുട്ടാടിൽ നിന്ന് മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിയുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും മുട്ടാടിൻ്റെ വലത്തു കുറകും നീ എടുക്കണം. കാരണം പ്രതിഷ്ഠാപന യാഗത്തിൻ്റെ മുട്ടാടാണത്. കർത്താവിൻ്റെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ടയിൽ നിന്ന് ഒരപ്പം, ഒരു എണ്ണവട, ഒരട എന്നിവയെല്ലാം അഹ്റോൻ്റെ കൈക്കുമ്പിളിലും അവൻ്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും നീ വയ്ക്കണം. അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ നിരാജനം ഒഴിയണം. അവരുടെ കയ്യിൽ നിന്ന് നീ അവയെടുത്ത് ഹോമയാഗത്തിന്മേൽ ബലിപീഠത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായ ധൂമമാക്കി സുഗന്ധാർപ്പണം ചെയ്യണം. ഇത് കർത്താവിന് അഗ്നിയാഗമാണ്. അഹ്റോന് വേണ്ടിയുള്ള പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മുട്ടാടിൽ നിന്ന് നെഞ്ചെടുത്ത് അത് കർത്താവിൻ്റെ സന്നിധിയിൽ നീ നിരാജനം ഒഴിയണം. അതായിരിക്കും നിനക്കുള്ള വിഹിതം. പ്രതിഷ്ഠാപനയാഗത്തിനുള്ള മുട്ടാടിൽ നിന്ന് അഹ്റോന് വേണ്ടിയുള്ളതിൽ നിന്നും അവൻ്റെ പുത്രന്മാർക്ക് വേണ്ടിയുള്ളതിൽ നിന്നും നിരാജനം ചെയ്യപ്പെട്ടതും സമർപ്പിക്കപ്പെട്ടതുമായ നിരാജന നെഞ്ചും കാണിക്കക്കുറകും നീ മാറ്റിവെക്കണം. ഇസ്രായേല്യർക്കിടയിൽ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടിയുള്ള ശാശ്വത ചട്ടമാണിത്. കാരണം ഇത് ഒരു കാണിക്കയാണ്. ഇസ്രായേലിൽ നിന്ന് കർത്താവിനുള്ള അവരുടെ സമാധാന ബലികളിൽ നിന്നുള്ള കാണിക്കയായിരിക്കട്ടെ ഈ സമർപ്പണം. അഹ്റോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവരുടെ അഭിഷേകത്തിനും പ്രതിഷ്ഠാപനത്തിനും വേണ്ടിയുള്ളതാണവ. അവൻ്റെ പുത്രന്മാരിൽ നിന്ന് അവൻ്റെ സ്ഥാനത്ത് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ സമാഗമ കൂടാരത്തിലേക്ക് പോകുന്ന പുരോഹിതൻ 7 ദിവസം അവ ധരിക്കണം. പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മുട്ടാടിനെ എടുത്ത് അതിൻ്റെ മാംസം വിശുദ്ധമായ ഒരു സ്ഥലത്ത് നീ പാകം ചെയ്യണം. ആ മുട്ടാടിൻ്റെ മാംസവും കുട്ടയിലെ അപ്പവും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം. തങ്ങളെ പ്രതിഷ്ഠിക്കാനും വിശുദ്ധീകരിക്കാനുമായി തങ്ങൾക്ക് വേണ്ടി പരിഹാരാർപ്പണം ചെയ്യപ്പെട്ടവ അവർ തന്നെ ഭക്ഷിക്കണം. എന്നാൽ അവ വിശുദ്ധ വസ്തുവാകിയാൽ അന്യർ ഭക്ഷിക്കരുത്. പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മാംസത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും പ്രഭാതം വരെ അവശേഷിച്ചാൽ ആ ശിഷ്ടഭാഗം നീ അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കാൻ പാടില്ല. കാരണം അത് വിശുദ്ധ വസ്തുവാണ്. ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നതനുസരിച്ച് എല്ലാം അതേപോലെ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ ചെയ്യണം. 7 ദിവസത്തേക്ക് നീ അവരെ പ്രതിഷ്ഠിക്കണം. ഓരോ ദിവസവും പാപയാഗത്തിനുള്ള ഒരു മൂരിയെ പരിഹാരമായി നീ അർപ്പിക്കണം. ബലിപീഠത്തിന്മേലുള്ള നിൻ്റെ പരിഹാരാർപ്പണം കൊണ്ട് നീ അതിന് പാപശുദ്ധി വരുത്തണം. പവിത്രീകരിക്കാനായി അതിനെ അഭിഷേകം ചെയ്യുകയും വേണം. 7 ദിവസം ബലിപീഠത്തിന്മേൽ അതിനെ ശുദ്ധീകരിക്കാനായി നീ പരിഹാര കർമ്മം ചെയ്യണം. അങ്ങനെ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തിൽ സ്പർശിക്കുന്നതെല്ലാം പവിത്രമാകും. അനുദിന ബലികൾ സംബന്ധിച്ച് ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കേണ്ടത് ഇതാണ്: ദിവസവും മുടങ്ങാതെ 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികൾ. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയെ പ്രഭാതത്തിൽ നീ അർപ്പിക്കണം. രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം 1/4 ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത ഒരു ഇസ്രോൻ നേരിയ മാവും 1/4 ഹിൻ വീഞ്ഞു നിവേദ്യവും വേണം. രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ നീ സായം സന്ധ്യയിൽ അർപ്പിക്കണം. നീ അതിനോട് പ്രഭാത സമർപ്പണം പോലെയും അതിലെ പാനീയ നിവേദ്യം പോലെയും ചെയ്യണം. അത് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണവും കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള അനുദിന ഹോമയാഗവുമാണ്. അവിടെ വെച്ചായിരിക്കും ഞാൻ നിങ്ങളുമായി സമാഗമിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഞാൻ ഇസ്രായേല്യരുമായി സമാഗമിക്കും. എൻ്റെ മഹത്വത്തിൽ അത് വിശുദ്ധീകരിക്കപ്പെടും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധമാക്കും. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യാൻ അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ പൗത്രീകരിക്കും. ഇസ്രായേല്യരുടെ മധ്യേ ഞാൻ വസിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവരുടെ മധ്യേ വസിക്കാൻ ഈജിപ്ത് ദേശത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായം. അവികല പൗരോഹിത്യം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: അഹ്റോൻ്റെ പുത്രരായ പുരോഹിതന്മാരോട് നീ പറയുക, സ്വജനങ്ങളിലെ
പരേത വ്യക്തിക്ക് വേണ്ടി അവൻ മലിനനാകരുത് എന്ന് നീ അവനോട് പറയണം. താനുമായി അടുത്ത ബന്ധമുള്ളവന് വേണ്ടിയോ ഒഴികെ സ്വമാതാവ്, സ്വപിതാവ്, സ്വപുത്രൻ, സ്വപുത്രി, സ്വസഹോദരൻ, ഭർത്തൃമതിയല്ലാത്ത കന്യകയും തനിക്ക് സമീപസ്ഥനുമായ സഹോദരി എന്നിവർക്കു വേണ്ടിയും അവൻ മലിനനായിക്കൊള്ളട്ടെ. സ്വജനങ്ങളിൽ നാഥനായ അവൻ സ്വയം അവഹേളിക്കത്തക്ക വിധം മലിനനാകരുത്. അവർ തങ്ങളുടെ തലയിൽ കഷണ്ടി തെളിക്കരുത്, തങ്ങളുടെ ദീക്ഷാഗ്രം മുറിക്കരുത്, തങ്ങളുടെ ദേഹത്ത് മുറിപ്പാട് വരയരുത്. അവർ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ നാമം ദുഷിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവർ കർത്താവിൻ്റെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ തങ്ങളുടെ ദൈവത്തിന് ഭോജനാർപ്പണമായി കൊണ്ടുവരുന്നവരാണ്. അവർ വിശുദ്ധിയുള്ളവരായിരിക്കണം. അവർ വേശ്യയെയോ വ്യഭിചാരിണിയെയോ ഭാര്യയായി സ്വീകരിക്കരുത്. ഭർത്താവിനാൽ പരിത്യക്തയായവളെയും അവർ സ്വീകരിക്കരുത്. എന്തെന്നാൽ അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാണ്. നിന്റെ ദൈവത്തിന് ഭോജനാർപ്പണം സമർപ്പിക്കുന്നത് അവനാണെന്നതുകൊണ്ട് നീ അവനെ പൗത്രീകരിക്കണം. അവൻ നിനക്ക് പരിശുദ്ധനായിരിക്കണം. കാരണം നിങ്ങളെ പൗത്രീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. പുരോഹിതനായ ഒരാളുടെ പുത്രി വേശ്യാവൃത്തി വഴി സ്വയം ദുഷിച്ചാൽ തൻ്റെ പിതാവിനെയാണ് അവൾ ദുഷിപ്പിക്കുന്നത്. അവൾ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ശിരസ്സിൽ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടവനും വസ്ത്രങ്ങളണിയാൻ പ്രതിഷ്ഠിതനുമായ പ്രധാന പുരോഹിതൻ തൻ്റെ ശിരസ് അനാവരണം ചെയ്യരുത്. തൻ്റെ വസ്ത്രങ്ങൾ കീറുകയും അരുത്. മൃതവ്യക്തികളിൽ ആരുടെയും സമീപം അവൻ പോകരുത്. സ്വപിതാവിനോ സ്വമാതാവിനോ വേണ്ടിപ്പോലും അവൻ സ്വയം മലിനനാകരുത്. അവൻ വിശുദ്ധസ്ഥലം വിട്ടുപോകരുത്. തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധസ്ഥലം അവൻ ദുഷിപ്പിക്കരുത്. എന്തെന്നാൽ തൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേലുണ്ട്. ഞാനാണ് കർത്താവ്. അവൻ ഭാര്യയെ സ്വീകരിക്കുന്നത് അവളുടെ കന്യാത്വത്തിലായിരിക്കണം. വിധവ, വിവാഹമോചിത, ദുഷിച്ചവൾ, വേശ്യ എന്നിവരെ അവൻ സ്വീകരിക്കരുത്. പ്രത്യുത സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ. അങ്ങനെ അവൻ സ്വസന്തതിയെ സ്വജനങ്ങളുടെ ഇടയിൽ ദുഷിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ അവനെ പൗത്രീകരിക്കുന്ന ഞാനാണ് കർത്താവ്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹറോനോട് നീ ഇപ്രകാരം പറയുക, നിന്റെ സന്തതിയിൽ നിന്ന് ഒരാൾ അവരുടെ തലമുറകളിൽ വൈകല്യമുള്ളവനാണെങ്കിൽ അയാൾ തൻ്റെ ദൈവത്തിന് ഭോജനാർപ്പണം നടത്താൻ അണയരുത്. തീർച്ചയായും വൈകല്യമുള്ള ഒരാളും സമീപിക്കരുത്. അന്ധനാകട്ടെ, മുടന്തനാകട്ടെ, പതിമൂക്കനാകട്ടെ, വികൃതാംഗനാകട്ടെ, ഒടിഞ്ഞ കാലോ ഒടിഞ്ഞ കയ്യോ ഉള്ളവനാകട്ടെ, കൂനനാകട്ടെ, കുള്ളനാകട്ടെ, വികലനേത്രനാകട്ടെ, ചൊറിയുള്ളവനാകട്ടെ, ചുണങ്ങുള്ളവനാകട്ടെ, വരിയുടഞ്ഞവനാകട്ടെ, വൈകല്യമുള്ള ഒരാളും പുരോഹിതനായ അഹ്റോൻ്റെ സന്തതിയിൽ നിന്ന് കർത്താവിൻ്റെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ നേദിക്കാൻ അടുക്കരുത്. വികലാവസ്ഥയിൽ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനാർപ്പണം നടത്താൻ അടുക്കരുത്. അതിവിശുദ്ധമായവയിൽ നിന്നും തൻ്റെ ദൈവത്തിൻ്റെ ഭോജനാർപ്പണ വസ്തു അയാൾക്ക് ഭക്ഷിക്കാം. അയാൾ തിരശ്ശീലയുടെ പക്കൽ വരികയും ബലിപീഠത്തോടടുക്കുകയും ചെയ്യരുതെന്ന് മാത്രം. എന്തെന്നാൽ അയാളിൽ വൈകല്യമുണ്ട്. അയാൾ എൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ ദുഷിപ്പിക്കാതിരിക്കട്ടെ. കാരണം അവ പൗത്രീകരിക്കുന്ന ഞാനാണ് കർത്താവ്. അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേല്യരോടും മുഴുവനും മോശ സംസാരിച്ചു. 119 സങ്കീർത്തനം 121 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ പീഡകർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാൻ ന്യായവും നീതിയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നന്മയ്ക്കായി അങ്ങേ ദാസന് അങ്ങ് ജാമ്യം നിൽക്കണമേ. ധിക്കാരികൾ എന്നെ പീഡിപ്പിക്കാതിരിക്കട്ടെ. അങ്ങയുടെ രക്ഷയ്ക്കായും നീതിവചസ്സിനായും നോക്കിപ്പാർത്ത് എൻ്റെ കണ്ണുകൾ കഴിച്ചു. അങ്ങേ കാരുണ്യത്തിനൊത്തവിധം അങ്ങേ ദാസൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ. അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങേ ദാസനാണ്. അങ്ങേ സാക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടതിന് എന്നെ ഉൾക്കാഴ്ചയുള്ളവനാക്കണമേ. കർത്താവ് പ്രവർത്തിക്കേണ്ട സമയമായി. അവർ അങ്ങയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു. സർവോപരി സ്വർണത്തേക്കാളും തങ്കത്തേക്കാളും അങ്ങയുടെ കൽപ്പനകളെ ഞാൻ സ്നേഹിച്ചു. ആകയാൽ എല്ലാറ്റിനെയും സംബന്ധിച്ച സകല പ്രമാണങ്ങളും ഞാൻ നേരുള്ളതായി കരുതി. വ്യാജത്തിൻ്റെ ഓരോ പാതയും ഞാൻ വെറുത്തു. അങ്ങയുടെ സാക്ഷ്യങ്ങൾ വിസ്മയാവഹമാണ്. ആകയാൽ എൻ്റെ ആത്മാവ് അവ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ വിശദീകരണം പ്രകാശം പരത്തുന്നു. സാധുക്കളെ അത് ഉൾക്കാഴ്ചയുള്ളവരാക്കുന്നു. അങ്ങയുടെ കൽപ്പനകളോട് എനിക്ക് അഭിവാഞ്ചിയുള്ളതുകൊണ്ട് ഞാൻ വായ് തുറന്ന് കിതയ്ക്കുന്നു.
തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് പതിവുള്ളതുപോലെ അങ്ങ് എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നിൽ കനിയണമേ. അങ്ങയുടെ വചസ്സിൽ എൻ്റെ കാലടികൾ ഉറപ്പിക്കണമേ. ഒരകൃത്യവും എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ പരിത്രാണം ചെയ്യണമേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ. അങ്ങേ ദാസനിൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവർ അങ്ങേ നിയമം പാലിക്കാത്തതിനെ ചൊല്ലി എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകിയിറങ്ങി. സദാ കർത്താവെ, അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ ന്യായവിധികൾ ഋജുവാണ്. നീതിയിലും വിശ്വസ്തതയിലും അങ്ങ് ദിവ്യസാക്ഷ്യങ്ങൾ അനുശാസിച്ചിരിക്കുന്നു. എൻ്റെ വൈരികൾ നിൻ്റെ വചനങ്ങൾ മറക്കുന്നതിനാൽ എൻ്റെ തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു. അങ്ങയുടെ വചസ്സ് അത്യന്തം സ്ഫുടം ചെയ്തതാണ്. അങ്ങയുടെ ദാസർ അതിനെ സ്നേഹിച്ചു. നിസ്സാരനും നിന്ദിതനുമായിരുന്നിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ മറന്നില്ല. അങ്ങയുടെ നീതി ശാശ്വത നീതിയാണ്. അങ്ങയുടെ നിയമം സത്യവും. കഷ്ടതയും വേദനയും എനിക്കുണ്ടായി, എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ ആമോദമായിരുന്നു. അങ്ങയുടെ നീതിപൂർവകമായ സാക്ഷ്യങ്ങൾ ശാശ്വതമാണ്. എന്നെ പ്രബുദ്ധനാക്കണമേ, ഞാൻ ജീവിക്കട്ടെ. ഖോത്ത്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിച്ചു, കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊള്ളാം. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചു, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചു കൊള്ളാം. ഞാൻ ഉഷസ്സിലെ കാലേക്കൂട്ടി സഹായത്തിന് കേഴുന്നു. അങ്ങയുടെ വചനങ്ങൾക്കായി കാത്തിരിക്കുന്നു. അങ്ങയുടെ വചസ്സിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ എൻ്റെ കണ്ണുകൾ രാത്രിയാമങ്ങളെ എതിരേറ്റു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എൻ്റെ സ്വരം കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ ന്യായവിധിക്ക് അനുസൃതം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ അനുധാവനം ചെയ്യുന്നവർ ദുരുദ്ദേശത്തോടെ എന്നെ സമീപിക്കുന്നു. അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് അകലെയാണ്. കർത്താവെ, അങ്ങ് സമീപസ്ഥനാണ്. ദിവ്യകൽപ്പനകളെല്ലാം സത്യമാണ്. അങ്ങ് അവയെ നിത്യമായി സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ പണ്ടേ അറിഞ്ഞിട്ടുള്ളതാണ്. റേഷ്. എൻ്റെ പീഡകൾ കണ്ട് അങ്ങ് എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറന്നിട്ടില്ല. എൻ്റെ വ്യവഹാരം വാദിച്ച് എന്നെ വീണ്ടെടുക്കണമേ. അങ്ങയുടെ വചസ്സിനായി എന്നെ ഉജ്ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകലെയായത് അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കാതിരുന്നതിനാലാണ്. കർത്താവെ, അങ്ങയുടെ ആർദ്രത ഏറെയാണ്. അങ്ങയുടെ ന്യായവിധികൾക്കൊത്ത് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എന്നെ അനുധാവനം ചെയ്യുന്നവരും വൈരികളും ഏറെയാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അങ്ങയുടെ വചസ്സ് പാലിക്കാത്ത അവിശ്വസ്തരെ കണ്ടിട്ട് എനിക്ക് നീരസമുണ്ടാകുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ സ്നേഹിച്ചെന്ന് കാണണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യാനുസൃതം എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ കാതൽ സത്യമാണ്. അങ്ങയുടെ ഓരോ നീതിന്യായവിധിയും ശാശ്വതമാണ്. സീൻ. പ്രഭുക്കന്മാർ അകാരണമായി എന്നെ പിന്തുടരുന്നു. എൻ്റെ ഹൃദയമാകട്ടെ തിരുവചനങ്ങൾ മൂലമാണ് ഭീതി പൂണ്ടത്. വൻ കൊള്ള മുതൽ കണ്ടെത്തിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചസ്സിനെ പ്രതി പുളകം കൊണ്ടു. വ്യാജം ഞാൻ വെറുക്കുകയും അറപ്പായി കരുതുകയും ചെയ്തു. അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിച്ചു. അങ്ങയുടെ നീതിന്യായ വിധികളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിച്ചു. തിരുനിയമത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാനം സമൃദ്ധമാണ്. അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. കർത്താവെ, അങ്ങയുടെ രക്ഷയ്ക്കായി പ്രതീക്ഷയർപ്പിച്ച് ഞാൻ ദിവ്യകൽപ്പനകൾ നിവർത്തിച്ചു. എൻ്റെ ആത്മാവ് അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ദിവ്യപ്രമാണങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ പാലിച്ചു. എൻ്റെ വഴികളെല്ലാം തിരുമുമ്പിലുണ്ടല്ലോ. താവ്. കർത്താവെ, എൻ്റെ വിലാപം തിരുസന്നിധിയെ സമീപിക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ. എൻ്റെ യാചന തിരുസന്നിധിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ വചസ്സനുസരിച്ച് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി ഉതിർക്കട്ടെ. അങ്ങയുടെ ന്യായവിധികളെല്ലാം നീതിയുക്തമായതുകൊണ്ട് എൻ്റെ നാവ് ദിവ്യവചസ് വചിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ കരം എന്നെ സഹായിക്കാനുണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷ കാക്ഷിക്കുന്നു. അങ്ങയുടെ നിയമമാണ് എൻ്റെ ആമോദം. അങ്ങയെ സ്തുതിക്കുന്നതിന് എൻ്റെ ആത്മാവ് ജീവിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ എന്നെ സഹായിക്കട്ടെ. നഷ്ടപ്പെട്ട ആടിനെ പോലെ ഞാൻ വഴിതെറ്റിപ്പോയി. അങ്ങയുടെ ദാസനെ തേടണമേ. തിരുകൽപ്പനകൾ ഞാൻ വിസ്മരിച്ചിട്ടില്ലല്ലോ.